ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇന്ന് നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 3 ഇംഗ്ലീഷ് വാക്കുകൾ പറയാം. ഇൻ്റലിജൻറ്റ്, വൈസ്, ക്ലെവർ. ഇത് മൂന്നിനും ഒരേ റൂട്ടാണെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡിഫറെൻ്റ് ആണ്. ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബുദ്ധിയുള്ളവനാണെന്ന് പറയില്ല, ബുദ്ധിയുള്ള ആളാണെന്ന് പറയും. അപ്പോൾ എന്താണത്? ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചുറ്റുപാടിലൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലം അനലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ആ സിറ്റുവേഷൻ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർ നമ്മൾ ഇൻ്റലിജൻ്റ് എന്ന് പറയും. നല്ല ബുദ്ധിയുള്ള ഒരാളാണെന്ന് പറയും. അവർ സാധാരണ രീതിയിൽ അവരെ ഹീറോസ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ദാറ്റ് ഈസ് ഇൻ്റലിജൻസ്. ഇനി വൈസ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ജ്ഞാനി എന്നാണ്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇവർ സൈലൻ്റ് ആയിരിക്കും, ഇവർ ഒരു പീസ് ലവർ ആയിരിക്കും, ഇവരിങ്ങനെ അധികം ഒച്ചപ്പാട് മേഖലൊന്നും എടുക്കില്ല. ഇവരുടെ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ഇവർ ഉപയോഗിക്കുള്ളൂ. ഇവർ സാധാരണ രീതിയിൽ ആൾക്കാർ ഇവരുടെ അടുത്ത് ഗൈഡൻസിന് പോവും, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഉപദേശങ്ങൾക്ക് പോകണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് ദേ ആർ കോൾഡ് വൈസ്. ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ അവരാണ്. ക്ലെവറാണ് മൂന്നാമത്തെ വാക്ക്. ക്ലെവറിന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാള വാക്ക് കൗശലം അല്ലെങ്കിൽ വിരുദ്ധൻ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്ന വാക്കുകളാണ്. ഈ കൗശലത്തിനൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. കാരണം ഇവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നത് ഇവർ ചില ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, അവരുടെ അഡ്വാൻറ്റേജിനോട് ഉപയോഗിക്കും. ഇതിനാണ് നമ്മൾ ക്ലെവർനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. ഇവർ ബുദ്ധിയുള്ള മനുഷ്യരുടെ അടുത്ത് അവരുടെ ബുദ്ധി അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ജ്ഞാനികളുടെ അടുത്ത് അവരുടെ അറിവ് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ മറ്റുള്ളവരെ ഉപയോഗിച്ച് സ്വന്തം ആവശ്യം സെൽഫിഷായിട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ക്ലെവർ എന്ന് പറയുക, കൗശലക്കാരെന്ന് പറയുക. ഇന്നത്തെ ഗോസ്പലിൽ ശരിക്കും ഇങ്ങനൊരു വാക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലെവർ എന്നുള്ള വാക്കാണ് ഈശോ ഉപയോഗിക്കുന്നത്. സംഭവം ഇതാണ്. ഒരു മണി ലെൻഡിങ് കമ്പനി പോലൊരു സ്ഥലം, അവിടെ പൈസയും സാധനങ്ങളൊക്കെ ഇങ്ങനെ കടം കൊടുക്കും, പലിശ കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു അക്കൗണ്ടൻറ്റ്, ഈ അക്കൗണ്ടൻ്റ് ഒരു മാൽ പ്രാക്ടീസ് നടയാണ്. അയാൾ പതുക്കെ പൈസയൊക്കെ ഇങ്ങനെ അടിച്ചു വലിച്ച് മാറ്റുന്നുണ്ട്. ഇത് ഓണറിന് മനസ്സിലായി. ഇപ്പോൾ ഓണറിനെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള പ്രൂഫൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട, നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാണ്, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കണക്കൊക്കെ ഏൽപ്പിച്ച് സാലറി വാങ്ങിച്ച് പൊക്കോ. അപ്പോൾ ഈ അക്കൗണ്ടൻ്റ് ഉണ്ടല്ലോ, അവനൊരു ക്ലെവർ ആയിട്ടുള്ള പയ്യനായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ നോക്കിയപ്പോണ്ടല്ലോ ടെർമിനേഷൻ ആയതുകൊണ്ട് വേറെ സ്ഥലത്ത് ജോലി കിട്ടില്ല, പിന്നെ അവന് കിളക്കാനൊന്നും പോകില്ല, അധ്വാനിച്ച് ജോലി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു, എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യണമെങ്കിൽ എനിക്ക് പണം വേണം. അപ്പോൾ അവനൊരു ടെക്നിക്ക് കിട്ടി. അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ ഓണറിന് കടം കൊടുക്കാനുള്ള കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു. ഒരാളോട് ചോദിച്ചു, നീ എത്ര കൊടുക്കാണ്ട് യജമാൻ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 100 ലിറ്റർ എണ്ണ കൊടുക്കാണ്ട്. ഓക്കെ, ഞാനത് 50 കുറച്ച് എഴുതാം, എനിക്കെന്ത് വരും, അതിൻ്റെ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സെറ്റായി. വേറൊരാളോട് ചോദിച്ചു, നീ എത്ര ഗോതമ്പ് കൊടുക്കാനുണ്ട്? ഞാൻ 100 കിലോ ഗോതമ്പ് കൊടുക്കാണ്ട്, 80 ഞാൻ കുറച്ച് തരാം, നീ എനിക്ക് കമ്മീഷൻ തന്നെ സെറ്റ് ചെയ്യാം. അങ്ങനെ അവൻ ആൾക്കാർ വിളിച്ചിട്ട് ഇവൻ്റെ ഫ്യൂച്ചർ സെറ്റിലാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും യജമാനൻ ഓണർ ഇത് കേട്ടപ്പോഴേക്കും ഓണർ ഇവൻ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്തിനാണെന്നറിയാമോ, അവൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചതിന് ഓണർ അവൻ അപ്രീഷിയേറ്റ് ചെയ്തു. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിന് ഇ വാസ് ക്ലെവർ, ഇ വാസ് ഷ്രൂഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്ലെവർനെസ് എന്ന് പറഞ്ഞ കാര്യം അതിന് നെഗറ്റീവ് കൊണോട്ടേഷൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയുമ്പോൾ അത് നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതേ ക്ലെവർനെസ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഉപയോഗിക്കാം. അത് പോസിറ്റീവ് സെൻസാണ്. ഈശോ അതാ പറയണ, നിങ്ങൾ ഈ അധാർമിക സമ്പത്ത് കൊണ്ടിട്ട് നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയേ, യു വിൽ ഹാവ് ഫ്രണ്ട്സ് ഇൻ ഹെവൻ. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ക്ലെവർനെസ് ഉപയോഗിക്കുന്നവരാണ്. കാരണം ഈ ലോകത്തിൻ്റെ മക്കൾ അത് ഈ പ്രകാശത്തിൻ്റെ മക്കളെക്കാൾ ഷ്രൂവണാണ്, ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ക്ലെവർനെസ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയാം. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയാമോ, നന്നായിട്ട് പഠിക്കണം. ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്വാളിറ്റി ആണ് നന്നായി പഠിക്കുക, അല്ലെങ്കിൽ ക്ലെവർ ആവുക, ഇൻ്റലിജൻ്റ് ആവുക, സ്മാർട്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. ജാപ്പനീസ് ടെക്നിക്ക് ലോകത്ത് പലരും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. കാരണം അവരുടെ സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്, കുറേയും കൂടി നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. ഞാൻ വളരെ ഇലാബറേറ്റഡ് എന്ന് പറയില്ല, കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, 26 ലെറ്റേഴ്സ് ഉണ്ടല്ലോ. 26 മതി. 26 പഠിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ഏത് ലെറ്റർ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. മലയാളത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി കൂടും.
ഇല്ലേ? അവിടെ അവരുമ്പോഴേക്കും 56 ലെറ്റേഴ്സ് ആവും. അവിടെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ചില്ലക്ഷരങ്ങളൊക്കെ കൂട്ടി 56 ലെറ്റേഴ്സാണ് വരുന്നത്. അത് കുറച്ചും കൂടി കൂടുകയാണ് മലയാളത്തിലെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ജാപ്പനീസിലേക്ക് പോകുമ്പോൾ അത് 26, 56 ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് 2000, മോർ ദാൻ 2000 ആണ്. അവിടെ ലെറ്റേഴ്സ് അല്ല ഉപയോഗിക്കുന്നത്, ആൽഫബറ്റ്സ് അല്ല ഉപയോഗിക്കുന്നത്. അതിന് പറഞ്ഞ ലോഗോഗ്രാഫിക് എന്ന് പറയാം, പടങ്ങളാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വരച്ച്. അതുപോലെ 2000-ലധികം കാര്യങ്ങൾ കുട്ടികൾ മനഃപ്പാടമാക്കണമെങ്കിൽ അത് എത്ര ടഫാണ് നിങ്ങൾ ആലോചിക്കുക. ടഫല്ലേ? പക്ഷേ ജാപ്പനീസ് കുട്ടികൾ അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അവർ അത് ഈസി ആയിട്ട് പഠിക്കുന്നുള്ള കാരണം അവരുപയോഗിക്കുന്നൊരു മെത്തഡോളജിയാണ്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. ഒന്ന് പറയുന്ന മെത്തഡോളജിയാണ് കൈസൻ മെത്തേഡ്. ഇറ്റ്സ് കോൾഡ് കൈസൻ മെത്തേഡ്. കൈസൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കണം. എല്ലാം കൂടി ഒറ്റ തവണ നമ്മൾ തലയിലേക്ക് ആക്കാൻ നോക്കരുത്. 1% ഇംപ്രൂവ്മെൻ്റ് ഡേ, 1% ബെറ്റർ ഡേ, അത്ര മതി. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടിന്യൂസ് ഗ്രോത്ത് ബൈ ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ് എന്ന് പറയാം. ഇന്നത്തെ ഗോസ്പൽ ഈശോ പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. നമ്മൾ വലിയ കാര്യങ്ങൾക്ക് ചാടി വീഴേണ്ട. ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, പിറ്റേ ദിവസം കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയുള്ളൊരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ ബ്രെയിനിന് ഉപയോഗിക്കും. സാധാരണ ഇതിൽ നമ്മൾ എന്താ ചെയ്യണം? മടിയന്മാരായിട്ട് പരീക്ഷയ്ക്ക് 2-3 ദിവസം ഉള്ളപ്പോൾ നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഒരുപാട് ബേർഡൻ ചെയ്യും, ഭാരം കൊടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മിസ് ഔട്ടായി പോകും. കാരണം എക്സോസ്റ്റഡ് ആയിപ്പോയി. നമ്മൾ കുറേ ഭക്ഷണം കഴിച്ച് കുറേ വെള്ളം കുടിച്ച് നമ്മൾ വൊമിറ്റ് ചെയ്യില്ല. ഇതുപോലെ തന്നെ ബ്രെയിൻ വൊമിറ്റ് ചെയ്യും. ആ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മറന്നുപോകും. അതുകൊണ്ട് ഗ്രാജുവലായിട്ടുള്ള പഠനം മതി. അപ്പോൾ അതിനവർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ദിവസം 6 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വയ്ക്കുക. അതിൽ ആദ്യത്തെ 2 മിനിറ്റ് ആക്റ്റീവ് റീകോൾ എന്ന് പറയാം. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻപുട്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ വായിക്കുന്നു, നമ്മൾ വാച്ച് ചെയ്യുന്നു, നമ്മൾ വായിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതിന് നമ്മൾ കുറേ സമയം കൊടുക്കും. അവർ പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ ഒരു ചെറിയ പോർഷൻ മാത്രം വായിക്കുക. ഒരു ചെറിയ പോർഷൻ മാത്രം വായിച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ മടക്കി വയ്ക്കുക, അടച്ചു വെക്കുക. എന്നിട്ടൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വായിച്ച് എഴുതാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് റീകോൾ. എഴുതുക. ഇത് ആക്റ്റീവ് റീകോളാണ്. ഇനിയുള്ള 2 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് സ്പേസ്ഡ് തിങ്കിങ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പേസ്ഡ് റിവ്യൂ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് അത് ഓർമ്മിക്കണമെങ്കിൽ ഒരു 24 ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് ഓർക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതേ കാര്യം ഓർക്കാൻ നോക്കുക. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഓർക്കാൻ നോക്കുക. ഇതാണ് ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുക. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അപ്പോൾ ഒരു 24 hours കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച, പിന്നെ ഒരു മാസം, പിന്നെ 2 മാസം, അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിൽ വെക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും മറക്കാതിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ 2 മിനിറ്റ് ഒരു ദിവസം അതിനു വേണ്ടി ചിലവാക്കുക. പിന്നെ 2 മിനിറ്റ് നമ്മൾ റിവ്യൂ ചെയ്യുക. ഇല്ല, നമ്മൾ എന്താ പറയുക, പോർഷൻ റിവ്യൂ ചെയ്യുക. ഇങ്ങനെ 6 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ കൈസൻ മെത്തഡോളജി ഉപയോഗിക്കുക. കുറേയും കൂടി ബെറ്റർ ആവും നമ്മുടെ ലേണിംഗ് എന്ന് പറയാം. 2ാമത്തെ മെത്തഡോളജിയാണ് സൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആർട്ട് ഓഫ് ഫോക്കസിങ് എന്ന് പറയാം. ആർട്ട് ഓഫ് ഫോക്കസിങ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അതിൽ ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റഡിക്ക് ഇരിക്കുമ്പോഴുണ്ടല്ലോ, അതിന് ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റഡി സ്പേസ് ഉണ്ടാവണം. നമ്മൾ പഠിക്കാൻ മാത്രം ഇരിക്കുന്നൊരു സ്ഥലം. അപ്പോൾ അതിന് പറ്റിയൊരു ടേബിൾ, അതിന് പറ്റിയൊരു ചെയർ. അവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ ബ്രെയിനിന് എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും, അവൻ പഠിക്കാൻ വന്നിരിക്കുകയാണ്, ഇതിപ്പോൾ പഠിക്കേണ്ട സമയമാണ് എന്ന് ബ്രെയിനിന് തന്നെ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവും. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഉപയോഗിക്കുന്ന പെൻ അത് സ്ഥിരം ഒരു പെൻ തന്നെയായിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ചെയർ, നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളൊക്കെ. പിന്നെ ചില ആൾക്കാരുണ്ട്, അവരൊരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ ആ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ ബ്രെയിനിന് അതൊരു സിമുലേഷൻ, ബ്രെയിനിന് ഒരു അറിയിപ്പ് കൊടുക്കാൻ ഞാൻ പഠിക്കാനിരിക്കുകയാണ്. ചില കുട്ടികളുണ്ടല്ലോ, അവർ കുരിശ് വരച്ചിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങും. അതൊരു സൈനാണ്. അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങും. ചിലർ മ്യൂസിക് കേട്ടിട്ട് തുടങ്ങും. ലൈറ്റ് മ്യൂസിക് കേട്ടാൽ ചിലപ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്, ചില ആൾക്കാർക്ക് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊരു കസ്റ്റമാക്കി മാറ്റുക. ഇതാ പറഞ്ഞാൽ യു മേക്ക് ലേണിംഗ് എ റിച്വൽ. ഒരു തിരുക്കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന പോലെ നമ്മൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് ഈ സ്റ്റഡി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിവൈൻ. അവിടെ ആവശ്യമില്ലാത്ത അലങ്കോലപ്പെടുത്തുന്ന ഒരു സാധനം പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇതാണ് സൂ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഫോക്കസ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശരിയാക്കി വെക്കുക മക്കളെ. അപ്പോൾ ഈ ജാപ്പനീസ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, ഈ കൈസൻ മെത്തേഡും ഈ സൂ മെത്തേഡും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പറയാറുണ്ട്, ഡോണ്ട് സ്റ്റഡി ഹാർഡർ ബട്ട് സ്റ്റഡി സ്മാർട്ടർ. ഒരുപാട് കാര്യങ്ങൾ ഹാർഡായിട്ട് പഠിക്കലല്ല, സ്റ്റഡി സ്മാർട്ടർ. ലെറ്റ് us ബി സ്മാർട്ട്. അതാണ് ജീസസ് എന്ന് പറയുന്നത്. സോ എല്ലാവരും നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാരായിട്ട് മാറുക. സോ എല്ലാവർക്കും
സ്മാർട്ട് സൺഡേ.